പിന്നെ രാമക്ഷേത്രം സംബന്ധിച്ചുള്ള അതിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവൺമെൻറ് ഏതെങ്കിലും മതത്തിൻ്റെ വക്താവോ ഏതെങ്കിലും മതത്തിൻ്റെ ആചാര രീതികളോ കൈകാര്യം ചെയ്യാൻ ബാധ്യതയുള്ളവരല്ല. വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ട്, എല്ലാ അവകാശവും, ജനാധിപത്യ അവകാശം. അത് ഏത് പൗരനായാലും ഏത് ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട വിശ്വാസികൾക്കെല്ലാം അവരുടെ വിശ്വാസമനുസരിച്ചും, ഇനി ഒരു വിശ്വാസം ഇല്ലാതെ ജീവിക്കുന്നവർക്ക് വിശ്വാസമില്ലാതെയും ജീവിക്കാനുള്ള ജനാധിപത്യ ഭരണഘടനാ അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്ത് ഭരണകൂടം തന്നെ വർഗീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് 2025 പൂർത്തിയാവാൻ പോകുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം വരാൻ പോകുന്ന 2024 തിരഞ്ഞെടുപ്പിനെ ലാക്കാക്കി രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ് ഇപ്പോൾ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെ പോകണം, ആരൊക്കെയാണ് ക്ഷണിക്കുന്നത്, ഇതിൻ്റെ ചർച്ചയാണ് കേരളത്തിലും ഇന്ത്യയിലും മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അപ്പോൾ തന്നെ കൃത്യമായ നിലപാട് സ്വീകരിച്ചു, ഞങ്ങളതിൽ പങ്കെടുക്കുന്ന പ്രശ്നമില്ല. കോൺഗ്രസിലെ നേതാക്കന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്, അവർ ഇപ്പോഴും വ്യക്തതയോടുകൂടി പങ്കെടുക്കില്ല എന്നോ പങ്കെടുക്കുന്നോ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്കെല്ലാം അറിയാം, ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് തന്നെ നിലപാട് സ്വീകരിച്ചു. ഉത്തരേന്ത്യയിലാകെ കോൺഗ്രസിനുള്ള ഒരേ ഒരു ഗവൺമെൻറ്, 4 സീറ്റ് മാത്രമുള്ള പാർലമെൻറ്റ് ഉൾക്കൊള്ളുന്നതാണ് ആ സംസ്ഥാനമെങ്കിലും അവർ പറഞ്ഞത്, സുഖു പറഞ്ഞത്, ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ പങ്കെടുക്കുമെന്നാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ നിലപാടാണ്. കോൺഗ്രസ് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാതെ പൂർണ്ണ ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന വർഗീയ വിഭാഗത്തോട് മത്സരിച്ച് നിൽക്കാൻ ഇന്ത്യയിൽ സാധിക്കുന്നതല്ല എന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ മനസ്സിലായതാണ്. ഗുജറാത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലായി, ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന 3 സംസ്ഥാന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മനസ്സിലായി. എന്നിട്ടും കോൺഗ്രസ് ആ നിലപാടിൽ നിന്ന് മാറാൻ തയ്യാറില്ല. അപ്പോൾ ഇന്ത്യ എന്ന വളരെ വിപുലമായ ഒരു സംവിധാനത്തെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ഹിന്ദുത്വ അജണ്ട ഫാസിസത്തിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പോകുന്ന BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉന്നമാണെങ്കിലും നമുക്ക് പ്രയാസകരമായ അവസ്ഥയാണ് സൃഷ്ടിക്കുക. തീർച്ചയായിട്ടും മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഈ വർഗീയതയെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് ഇന്ത്യ എന്ന സംവിധാനത്തിനാകെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം. പാഠം പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തുകയും വേണം. രാമക്ഷേത്രത്തെ, അതിൻ്റെ ഉദ്ഘാടനത്തെ ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിൻ്റെ BJPയുടെ സമീപനത്തെ കോൺഗ്രസ് തിരിച്ചറിയണം. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ കേരളത്തിലെ സ്ത്രീ പ്രശ്നം സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം തന്നെ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഇന്ത്യയിലെ ലോകമറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം 39 രാജ്യങ്ങളുമായിട്ട് ഇന്ന് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ ബന്ധമുണ്ട്. അപ്പോൾ അത്രയും വിപുലമായ ഒരു സംവിധാനമായിട്ട് നമുക്ക് കുടുംബശ്രീ വളർന്നു വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, ലോകത്തിന് തന്നെ വിവിധ മേഖലകളിൽ കുടുംബശ്രീ സംവിധാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ജില്ലാ കൗൺസിൽ മുതൽ ഇങ്ങോട്ട് സംവരണത്തിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. ആദ്യം തന്നെ 50% സംവരണത്തിലേക്ക് എത്തിയത് കേരളമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പാർലമെൻറ്റിലും അസംബ്ലിയിലും 33% സംവരണം തീരുമാനിച്ചു എന്നാണ്. തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ ഈ പ്രാവശ്യം ഇനി വരാൻ പോകുന്ന 2024 നടത്താൻ സാധിക്കാത്തത്? അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ 2024 തിരഞ്ഞെടുപ്പ് നടത്താറോ? അത് തീരുമാനിക്കുന്നത് എന്നല്ലാതെ നടപ്പിലാക്കാനല്ല. അവരതിന് പറയുന്നത് 24 കഴിഞ്ഞ് 29 തന്നെ നടക്കുമെന്ന് ചില പത്രങ്ങൾ സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. കാരണം 2021 സെൻസസ് ഇപ്പോഴും നടന്നിട്ടില്ല. ഇനി ആ സെൻസസ് എന്തായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി തർക്കമുണ്ട്. ജാതി സെൻസസ് വേണം എന്നുള്ള അഭിപ്രായമുണ്ട്, വേണ്ട എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ എപ്പോഴാണ് സെൻസസ് ആരംഭിക്കുക എന്നുള്ളത് ഇതേവരെ വേണ്ടില്ല, ഇന്നും വ്യക്തമായിട്ടില്ല. അതിനുശേഷം മണ്ഡലങ്ങൾ പുനർവിഭജനം ചെയ്യണം. ആ മണ്ഡല പുനർവിഭജനവും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടാണ്
സംവരണത്തെപ്പറ്റി ആലോചിക്കുക എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 2029 നടക്കുന്നുള്ളതിന് പോലും ഉറപ്പില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ വോട്ട് തട്ടുന്നതിന് വേണ്ടി ഒരു പ്രചരണത്തിൻ്റെ ആയുധമായി BJP ഇത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ സംവരണം അവർ അംഗീകരിക്കുന്നില്ല. 2029 തന്നെ പൂർത്തിയാവുമെന്നുള്ളത് നമുക്ക് യാതൊരു ഗ്യാരണ്ടി നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മുദ്രാവാക്യമായിട്ട് പണ്ട് നിയമം വേണമെന്നായിരുന്നു മുദ്രാവാക്യം. ഇപ്പം നിയമം ഉണ്ടായിട്ടും ഇതേപോലെ തന്നെ കൈകാര്യം ചെയ്തു പോകുന്ന നിലയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമത്തെ സംബന്ധിച്ചിടത്തോളം അതും കേരളത്തിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കുന്ന നില സ്വീകരിക്കുകയുണ്ടായി. വാരാണസി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് അറിയാതെ മണ്ഡലമല്ലല്ലോ, സ്വന്തം മണ്ഡലമാണ്. അവിടെ IIT ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയെ ക്രൂരമായി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ BJP IT സെല്ലിൻ്റെ നേതാക്കൾ അറിയപ്പെടാതെ ആരൊന്നുമല്ല, നല്ലപോലെ അറിയപ്പെടുന്നവർ തന്നെയാണ്. അവരാണ് ഇവരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് എന്ന് അവസാനം പോലീസ് ഒരു നിലപാടും സ്വീകരിക്കാതിരുന്നപ്പോൾ കോടതിയിലേക്ക് അവർ തന്നെ പോയി. അവസാനം കോടതിയുടെ പ്രധാനപ്പെട്ട ഇടപെടൽ വന്നപ്പോഴാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവരെല്ലാം BJPയുടെ ഉന്നത നേതൃത്വവുമായിട്ട് ബന്ധമുള്ളവരാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ സ്ത്രീകളോട് എടുക്കുന്ന നിലപാട് എന്നുള്ളതിന് വേറെ അധികം വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല.